സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയൻ സാർ അങ്ങ് ഹിന്ദിയിൽ പോയി ഒപ്പം റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഹൈവാൻ, അങ്ങനെയല്ല എൻ്റെ പേര്, ഹൈവാൻ എന്നല്ല എൻ്റെ പേര് അല്ലേ? ആ, ഹൈവാൻ നമ്മുടെ ഇതല്ലേ എൻ്റെ ഒരുപാട് സ്പീഡിൽ ഷൂട്ട് തീർത്ത് ആണോ? ആയിരിക്കും. ആക്ച്വലി പ്രിയദർശൻ ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് പുള്ളിക്ക് അത് കുറച്ചുകൂടെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ. ഷൂട്ടിൽ കട്ട് ചെയ്യുന്ന അതെ, ഒരുപാട് ചുമ്മാ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റിംഗ് റൂമിലിരുന്നല്ല പടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ ആരാണ് മെയിൻ ക്യാരക്ടർ? സെയ്ഫ് അലി ഖാനാണ് നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യുന്നതും സമുദ്രകണി ക്യാരക്ടർ ചെയ്യുന്നത് അക്ഷയ് കുമാർ. അതായത് അക്ഷയ് കുമാർ ഈ കുറച്ചധികം നാൾ ഈ ഹീറോ ആയിട്ട് കോമഡി ക്യാരക്ടറായിട്ട് ഒരുപാട് വന്നിട്ട് ഒരു കംപ്ലീറ്റ് വില്ലൻ ആയിട്ടുള്ളൊരു പടമാണിത്. സോ അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ലാലേട്ടനായിട്ട് എന്തോ ഒരു ഷോട്ട് ഉണ്ടെന്നൊരു പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെയ്ഫ് അലി ഖാനും ലാലേട്ടനും ഈ രണ്ട് ക്യാരക്ടേഴ്സും ക്രോസ് ഓവർ ആവും. അങ്ങനെയാണെന്ന് കരുതില്ല. ലാലേട്ടനുണ്ട് ഈ പടത്തിൽ, ഒരു ഷോട്ടിലോ ഒരു സീൻ എന്തോ വരുന്നുണ്ട്. സോ അതിൻ്റെ ടീസർ കണ്ടു നോക്കാം. കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഷൂട്ട് നടന്നിട്ടുണ്ട്. അറിയുള്ളൂ കെവിൻ പ്രൊഡക്ഷൻ 18 സെപ്റ്റംബർ 11. ഒന്നുമില്ല. അതെ, ഒന്നുമില്ല, അത്രേ ഉള്ളൂ. രണ്ടുപേരുടെ മുഖം കാണിച്ചിട്ടില്ല. അതെ, രണ്ടുപേരും നിഴലാണ്, നിഴൽ സിലോട്ടിലാണ്. നമ്മളെന്തോ കാര്യമായിട്ടുണ്ടെന്ന് വിചാരിച്ചെടുത്തത്, അത്രയൊന്നും ഇല്ല ഗൈസ്. ഇത് ചെറിയ സംഭവം. ഈ മറ്റേ ഒപ്പത്തിനൊപ്പം എത്തുപോയത്, അതാണ് നമ്മുടെ ചോദ്യം. ഒപ്പത്തിനൊപ്പം അങ്ങനെയല്ല, ഒപ്പത്തിനൊപ്പം എത്തുന്നതിനെ പരിപാടി അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. സർപ്രൈസ് ഹിറ്റായിരുന്നു ഭയങ്കരമായിട്ട്. നമ്മൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചോടെ ഇതൊരു ആ വഴിക്ക് പോകുന്നൊരു പടമായിരിക്കും. പക്ഷേ പടം കയറി കണ്ടപ്പോൾ എനിക്ക് ഇത് കൊള്ളാമല്ലേ പരിപാടി, നല്ല രസമുണ്ടായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു എനിക്ക് അന്ന് കണ്ടപ്പോൾ. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളൊരു ഭയങ്കര ബോർ പടമായിരിക്കും വിചാരിച്ച് എന്നിട്ട് ഞാനിങ്ങനെ ഒരു ഫീൽ ഗുഡ് ആ ലൈൻ പട പ്രതീക്ഷിച്ചത്. എനിക്ക് പടത്തിൻ്റെ ജോണർ മനസ്സിലായില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തേലും ആവട്ടെ ചുമ്മാ പോയി കണ്ടു നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ സർപ്രൈസിംഗ് നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആ പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് സീൻ അത് ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ ഭയങ്കര വൈബ്. സെയിം അതിൻ്റെ ഒരു സിമിലർ സാധനമാണ് നമ്മുടെ തുടരുവിൽ നമ്മൾ കണ്ടത്. അല്ല, അവിടെയാണ് പുള്ളിയുടെ കഥ എന്തോ ഒരു സാധനം കഥ കടയ്ക്കാൻ പറയുമ്പോഴത്തേക്കും എക്സ്പ്രഷൻ ഭയങ്കര രസമാണ്. അതെ, പുള്ളി ഇങ്ങനെ മറ്റേ ഇങ്ങനെ പറയുന്നതാണ് നല്ല രസമാണ്. സോ നമുക്ക് ഈ ഹൈവാൻ്റെ സംഭവം അറിയില്ല. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രെയിലർ വന്നാലേ. രണ്ടുപേരും കഴിവുള്ള ആക്ടേഴ്സ് ആണ്. അതെ, ഇവരെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കുറേ വളിപ്പ് പടത്തിലേക്ക് കൊണ്ട് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ ഈ പലപ്പോഴും ട്രോൾ ചെയ്യുന്നത്. പക്ഷേ ബേസിക്കലി നല്ല പടങ്ങൾ കിട്ടിയാൽ അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ. പിന്നെ പ്രിയദർശൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് ഈ അക്ഷയ് കുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ വീണ്ടും യുണൈറ്റ് ചെയ്യുന്നു. അത് അക്ഷയ് കുമാർ ഈ വില്ലൻ വേഷത്തിൻ്റെയും ഏറ്റവും വലിയ ഹിറ്റ്സ്. അതെ, എനിക്ക് തോന്നുന്നു ഈ വില്ലൻ വേഷത്തിൽ അക്ഷയ് കുമാർ വരുന്നതേ അത് നമുക്ക് കുറച്ചുകൂടെ രസമായിരിക്കും എന്ന് തോന്നുന്നു. പുള്ളി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു തിയേറ്ററിക്കൽ ആക്ടിങ് ആണോ? അതെ, സമുദ്രകനി അങ്ങനത്തെ ഒരു വില്ലൻ അല്ല. സമുദ്രകനി ഭയങ്കര സൈലന്റ്. പുള്ളി നിൽക്കുകയാണ്. അതിനകത്ത് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൊമെന്റ് എന്ന് പറയുന്നത് പുള്ളി നിന്നിട്ട് ഫ്രെയിം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യുന്ന. പുള്ളിയുടെ സംസാരങ്ങളും പുള്ളിയുടെ ഡയലോഗുകളെല്ലാം വളരെ കുറവാണ്. പക്ഷെ അത് സ്ക്രീൻ പ്രസൻസ് വൈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ കാസ്റ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെങ്ങനെ ആയിരിക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ പോണത്. അക്ഷയ് കുമാറിൻ്റെ വില്ലൻ വേഷം അറിയില്ല. അത് കാസ്റ്റ് ആരാണെന്നൊരു പിടുത്തമില്ല. അപ്പം നടക്കട്ടെ. അതെ, ഒപ്പത്തിനൊപ്പം എത്തട്ടെ അല്ലേ.